അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സമാധാനത്തിന് വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവർ, ആ സമാധാനത്തിന് വേണ്ടി മറ്റുള്ള ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് ആക്കട്ടെ. എന്നാൽ യഥാർത്ഥ സമാധാനം എവിടെയാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ വഴി പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിലേക്ക് ദിക്റിലൂടെ നിങ്ങൾ അടുക്കിൻ, നിങ്ങളുടെ ഹൃദയം സമാധാനമാകും. ആ സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിലൂടെ സഞ്ചരിക്കാതെ അള്ളാഹ് പറയാത്ത മാർഗത്തിലൂടെ സമാധാനം തേടി നമ്മൾ പോവുകയും അവസാനം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയും ചെയ്യുന്ന ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും. അള്ളാഹു നമുക്കാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ഒരു അത്ഭുതകരമായ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിക്കളയാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന, സ്വർഗ്ഗത്ത് നമുക്ക് വരദാനമായി അല്ലാഹ് തരുന്ന ഒരു അത്ഭുതകരമായ ദിക്റിനെ പറ്റിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹ് അർബഉൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദങ്ങൾ 4 എണ്ണമാണ്. ആ പദമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഒരു ദിക്റാണ്. ആ ദിക്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നബി തങ്ങൾ പറഞ്ഞതാണ്, അള്ളാഹിന് ഏറ്റവും ഇഷ്ടമുള്ള പദങ്ങൾ 4 എണ്ണമാണ്. അത് മാത്രമല്ല, മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ കലാമി ബഅദൽ കലാമി അർബഉൻ. അള്ളാഹിന്റെ പരിശുദ്ധമായ നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആൻ. ഖുർആന് ശേഷം അള്ളാഹിന് ഏറ്റവും ഇഷ്ടമുള്ള പദങ്ങൾ 4 എണ്ണമാണ്. അതാണ് ഇന്നത്തെ ദിക്ർ. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വഹാബത്തിനോട് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, സ്വഹാബ, പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിക്കുകയും ആ സൂര്യന്റെ കിരണം ഏതെല്ലാം വസ്തുക്കൾ ചെന്ന് പതിക്കുമോ, സൂര്യകിരണങ്ങൾ രശ്മികൾ പതിക്കുമോ, ആ വസ്തുവിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഈ പറയാൻ പോകുന്ന ദിക്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ, ദുനിയാവിലെ സൂര്യന്റെ രശ്മികൾ ചേൽക്കുന്ന, സൂര്യപ്രകാശം ഏൽക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ദിക്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നബിതങ്ങളും സ്വഹാബത്തും മറ്റൊരു മഹത്വം, നബിതങ്ങൾ ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, നബിതങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു മരം കണ്ടു. നബിതങ്ങൾ കയ്യിലിരുന്ന വടി കൊണ്ട് ആ മരത്തിൽ അടിച്ചപ്പോൾ ഉണങ്ങിയ ഇലകളെല്ലാം താഴേക്ക് വീണു. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ ഇതുപോലെ ഉണങ്ങിയ ഇലകൾ എങ്ങനെ നിലത്ത് വീഴുമോ അതുപോലെ പൊറുക്കാൻ കഴിയുന്ന, നിലത്ത് വീണ് കഴുകിക്കളയാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് നബിതങ്ങൾ പഠിപ്പിച്ച ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏതാണ് ആ ദിക്ർ? നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഏതാണ് ദുആ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 4 പദങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. അത് പിന്നീട് നബി തങ്ങൾ ചേർത്തത്. അതിന്റെ പിന്നിൽ ഒരു മനോഹരമായ ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 4 പദങ്ങൾ വലിയ ശ്രേഷ്ഠമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് 20 നന്മയും 20 തിന്മയും അള്ളമാക്കും. 20 നന്മ എഴുതും, 20 തിന്മ മാക്കും. അൽഹംദുലില്ലാഹ് 20 നന്മ എഴുതും, 20 തിന്മകൾ മാക്കും. അതുപോലെ അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 30 നന്മ എഴുതുകയും 30 തിന്മ മാക്കൂന്നാണ്. എല്ലാത്തിനും 20. അല്ലാഹു അക്ബർ മാത്രം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അതിന് ശ്രേഷ്ഠത കൂടുതലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടി പോകുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ കൃഷി ചെയ്യുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, എന്താ അവിടെ പരിപാടി? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നബിയെ, ഗർസലി, എനിക്ക് വേണ്ടി ഞാൻ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ? സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി തൈ നടുന്നുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, സ്വർഗ്ഗത്തിലെ തൈ ഏതാ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി
നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ ഞാനും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ 7 ആകാശവും വിട്ടിങ്ങനെ സഞ്ചരിക്കുമ്പോൾ 7ാമത്തെ ആകാശത്തിൽ എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിന്നത് മഹാനായ എന്റെ വല്ലുപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞു, നബിയെ, അള്ളാന്റെ റസൂലെ, അങ്ങയുടെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണം. ഇവിടെ സ്വർഗത്തിൽ ഒരു തൈ നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറയണം. ഞാൻ ചോദിച്ചു, സ്വർഗത്തിലെ തൈ ഏതാ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 7ാമത്തെ ആകാശത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ പരിശുദ്ധമായ സ്വർഗത്തിലെ മരമാണ്. നമുക്ക് വേണ്ടി ഒരു ദിക്റിന് ഒരു മരം അല്ലാഹു നടും. അത് നാളെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ശുപാർശയായി കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, മറ്റൊരു മഹത്വം കൂടി പറഞ്ഞു തരാം. നമ്മിൽ ആരെങ്കിലും ഒരു തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ പറഞ്ഞാൽ നാളെ ഈ ദിക്ർ അർശിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലും. കടന്നു ചെന്ന് അർശിന് ചുറ്റും വലയം വെക്കും. വണ്ടുകൾ, തേനീച്ചകൾ എങ്ങനെയാണോ മൂളുന്നത് അതുപോലെ ഈ ദിക്ർ അർശിന് ചുറ്റും കിടന്ന് മൂളുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞു. ആ മൂളൽ നമ്മൾ ചെവി കേർത്താൽ, ശ്രദ്ധിച്ച് കേട്ടാൽ ആ മൂളൽ ശബ്ദത്തിലൂടെ മനസ്സിലാകും ഇത് ചൊല്ലിയവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അവന്റെ പേര് അർശിന്റെ അടുത്ത് എടുത്തെടുത്ത് പറയുകയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ കൂടുതൽ എന്ത് മഹത്വമാണ് എന്റെ പ്രിയമുള്ളവരെ വേണ്ടത്? മാത്രമല്ല, മറ്റൊരവസരത്തിൽ നബി തങ്ങളുടെ മഹത്വം പറയാണ്. സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ പരിചയം എടുക്കണം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ശത്രുക്കൾ കടന്നു വന്നിട്ടുണ്ടോ? പരിചയം എടുക്കാൻ, വാളെടുക്കാൻ, യുദ്ധമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജുന്നത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള പരിചയം എടുക്കാനാ. സ്വഹാബത്ത് പറഞ്ഞു, മനസ്സിലായില്ല. നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടടിയും നരകത്തിൽ നിന്നുള്ള പരിചയമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ദിക്ർ എങ്ങനെ വന്നു എന്നല്ലേ നമുക്കിന്റെ മഹത്വം മനസ്സിലായി. ഈ ദിക്റിന് എങ്ങനെ വന്നു എന്നൊരു മനോഹരമായ ചരിത്രം പറഞ്ഞു തരാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചു. അർശിനെ സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞു, ഈ അർശിനെ നിങ്ങൾ ചുമക്കണം. മലക്കുകളോട് അല്ലാഹ് പറഞ്ഞാൽ പിന്നെ വ്യത്യാസമൊന്നുമില്ല. മലക്കുകളുടെ കൽപ്പന തന്നെ, ജീവിതം തന്നെ അള്ളാഹിന് വേണ്ടിയാണ്. നമ്മളെ പോലെയല്ല. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ഇബാദത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ തോന്നിയത് പോലെ ജീവിക്കണം. അള്ളാഹു നമുക്ക് ആക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർശിനെ ചുമക്കുന്ന മലക്ക് അർശിനെ ചുമന്നപ്പോൾ അവർക്ക് ഭാരം സഹിക്കവയ്യ. അള്ളാഹിനോട് പരാതി പറഞ്ഞു, അള്ളാഹുവെ, കഴിയുന്നില്ല. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദിക്ർ പഠിപ്പിച്ചു തരാം. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഏത് ജോലിയും നിങ്ങൾക്ക് എളുപ്പമാണ്. അള്ളാഹിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിക്കാണ്, നിങ്ങൾക്കും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഈ ദിക്ർ ചൊല്ലിക്കോ. ആ ചെയ്യുന്ന ജോലിയിൽ എളുപ്പം ഉണ്ടാകും. നിങ്ങളൊരു കയറ്റം കയറുകയാണ്, കയറ്റം കയറുമ്പോൾ ഈ ദിക്ർ ചൊല്ലിക്കോ. ആ കയറ്റത്തിൽ എളുപ്പം ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾ ദിക്ർ ആവർത്തിച്ച് ചൊല്ലി ജോലി ഭാരം കുറഞ്ഞു. മലക്കുകൾക്ക് അർശിനെ ചുമക്കുന്ന എളുപ്പപ്പണിയായി മാറി. അപ്പൊ എന്തായി? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നീട് ആദം നബിയെ സൃഷ്ടിച്ചു. ആദം നബിയെ സൃഷ്ടിച്ച് അള്ളാഹു എല്ലാ വസ്തുക്കളൊക്കെ ഈ പേരുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിയിലേക്ക് റൂഹ് ഊതിയപ്പോൾ ആദം നബി തുമ്മിയപ്പോൾ ആദം നബിയോട് അള്ളാഹ് പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാ, ആദ്യമായി പറ അൽഹംദുലില്ലാ. ഇത് കേട്ട് മലക്കുകൾ ആ ദിക്ർ കേട്ടു. മലക്കുകൾ ഈ രണ്ട് ദിക്റും ചേർത്ത് പറഞ്ഞു. ആദ്യത്തെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാ. അപ്പൊ എന്തായി? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ. അപ്പൊ രണ്ടായില്ലേ? പിന്നീട് ചരിത്രത്തിൽ കാണാം, അള്ളാഹിന്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കാണ്. അള്ളാഹിന്റെ റസൂലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം വലിയ ബിംബാരാധകരായിരുന്നു, ബഹുദൈവ വിശ്വാസത്തിലായിരുന്നു. അള്ളാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂഹ് നബിയെ പറഞ്ഞു കൊടുക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മലക്കുകൾ കേട്ടു. മലക്കുകൾ ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേട്ടു. അപ്പൊ 3 ആയില്ലേ? 4ാമത്തെ അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. ഇതെങ്ങനെ വന്നു? മഹാരാജനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വപ്നത്തിലൂടെ അള്ളാഹ് പറഞ്ഞു, മകനെ അറുക്കണം. മകനെ അറുക്കാൻ വേണ്ടി മിനയിലേക്ക് കൊണ്ടുവന്നു. മകനെ അറുക്കാൻ വേണ്ടി കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലി അല്ലാഹു അക്ബർ. അപ്പൊ എത്രയായി? 4 ആയില്ലേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4 ആയി. ഈ ചരിത്രം കേട്ടപ്പോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ എന്ന് പറഞ്ഞു, ലാ ഹൗല
വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത്ഭുതത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഇത് നിങ്ങളുടെ ഉമ്മത്തിനോട് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞേക്ക്, ഇതും കൂടി ചേർത്ത് പറഞ്ഞേക്ക്, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. എങ്ങനെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെയാണ് ഈ പദം, ഈ ദിക്ർ ഉണ്ടായത് എന്ന ചരിത്രം സ്വഹാബത്ത് നബി തങ്ങൾ പഠിപ്പിക്കണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദിനേന നിത്യജീവിതത്തിൽ എത്ര പാപങ്ങൾ ചെയ്യുന്നവരാ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 20 പാപങ്ങൾ പൊറുക്കുകയും 20 തിന്മകൾ മാറ്റുകയും ചെയ്യുന്ന അള്ളാഹിന്റെ വലിയ അത്ഭുതകരമായ ദിക്ർ, അള്ളാഹിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, അർശിനെ ചുമക്കുന്ന മലക്കുകൾ ചൊല്ലുന്ന ദിക്ർ, പ്രവാചകന്മാരൊക്കെ ചൊല്ലുന്ന ദിക്ർ, ഇത് വലിയ പവർഫുൾ ആണ്. നമ്മുടെ ജീവിതത്തിന് പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് കൽബ് സമാധാന ചിത്തതയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ദിക്റാണ് ഈ ദിക്റം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയമുള്ളവർ, എന്ത് നമുക്ക് ചൊല്ലാൻ മടി? രാവിലെ ഒരു 100 ചൊല്ലാലോ, വൈകുന്നേരം അധിക സമയമൊന്നും വേണ്ടല്ലോ. ഉമ്മമാരെ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളിത് ചൊല്ലി, ജോലി എളുപ്പമുണ്ടാകും. കൂലിപ്പണി എടുക്കുന്നവരാണോ, ബിസിനസ് ചെയ്യുന്നവരാണോ, വാഹനം ഓടിക്കുന്നവരാണോ, എന്ത് ജോലിയും ഈ ദിക്ർ ചൊല്ലിയാൽ അവർ എളുപ്പമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കുവാനും ദിക്റുകളിലായി, ദുആകളിലായി, തസ്ബീഹുകളിലും തഹ്മീദുകളിലുമായി ജീവിതത്തെ മാറ്റിവെക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, അള്ളാഹു അവരുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ നമ്മുടെ പുതിയ ചാനലാണ്. എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം. പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ദുആരക്കണം, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.